നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗ്രഹങ്ങളിൽ ഈശ്വരപദവി നേടിയ ഏകഗ്രഹമാണ് ശനി. അതുകൊണ്ട് ശനിയെ ശനീശ്വരൻ എന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്നു. ഗ്രഹങ്ങളിൽ മനുഷ്യൻ ഏറ്റവുമധികം ഭയപ്പെടുന്നതും ശനിയെയാണ്. എന്നാൽ ശനിയെ ഉപാസിച്ചാൽ പൂർവജന്മ പാപഫലങ്ങൾക്കുള്ള ശിക്ഷ ലഘൂകരിച്ച് ശനീശ്വരന്റെ അനുഗ്രഹത്താൽ സദ്ഫലങ്ങൾ നേടാവുന്നതാണ്. നീലവസ്ത്രം, നീലപുഷ്പഹാരം, നീലമണി എന്നിവ അണിയുന്നവനും എള്ളുചേർത്ത ഭക്ഷണം, എള്ളെണ്ണ ദീപം എന്നിവയോട് പ്രിയമുള്ളവനുമാണ് ശനീശ്വരൻ. മകരം, കുംഭം രാശികളുടെ അധിപനും തുലാം രാശിയാണ് ശനിയുടെ ഉച്ചരാശിയും പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ നാഥനുമാണ്. ശനിഭഗവാൻ അജിതൻ, ഛായാപുത്രൻ, മന്ദൻ, കാലൻ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ജീവികളിൽ ശരീരത്തിലെ ഞരമ്പാണ് ശനി. ശനിയുടെ പിടിയിൽ അകപ്പെട്ടവർ ശനിയെ ശപിക്കുകയാണ് പതിവ്. ഈ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി ഗ്രഹവഴിപാടുകളും നടത്തുന്നു. ആപൽക്കാരിയായി കരുതപ്പെടുന്ന ശനി ഒരാളുടെ ജാതകത്തിൽ ഉച്ചനായാലോ ആധിപത്യമുള്ളവനോ ആയി ശുഭഗ്രഹങ്ങളുമായി ചേർന്നോ ശുഭ ഗ്രഹങ്ങളുടെ ദൃഷ്ടി നേടിയോ ശുഭ ആധിപത്യം നേടി ശുഭസ്ഥാനത്തിരിക്കുകയോ ചെയ്താൽ ആ ജാതകൻ ജീവിതത്തിൽ ഉന്നതിയുടെ കൊടുമുടിയിലായിരിക്കും. അതുകൊണ്ടാണ് ശനിയെപ്പോലെ എടുക്കുന്നവനും ഇല്ല കൊടുക്കുന്നവനും ഇല്ല എന്ന് പറയുന്നത്. ശനിയെ പ്രീതിപ്പെടുത്തിയാൽ ശനിയുടെ അനുഗ്രഹത്താൽ ദോഷങ്ങളിൽ നിന്ന് മുക്തിയും സദ്ഫലങ്ങളും ഉണ്ടാവുന്നതാണ്. ജനനകാല ജാതക പ്രകാരമോ ചാരവശാലോ ശനിദോഷമുള്ളവരും പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരും ഈ ശനീശ്വര ഗായത്രി മന്ത്രം ക്ഷേത്രങ്ങളിലെ നവഗ്രഹ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ 108 തവണയിൽ കുറയാതെ ജപിച്ചു പ്രാർത്ഥിച്ചാൽ ദീർഘായുസ്സും ഐശ്വര്യവും വർദ്ധിക്കുന്നതോടൊപ്പം എവിടെയും നേതൃത്വം വഹിക്കാനുള്ള ഭാഗ്യവും സിദ്ധിക്കും. പല ഭാഷകളിൽ പാണ്ഡിത്യം ലഭിക്കും. ശാസ്ത്രജ്ഞാനം വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള മാർഗം തെളിയും. കഠിനാധ്വാനികൾക്ക് ജീവിതത്തിൽ ഉന്നതിയുണ്ടാവുകയും ചെയ്യും. ഓം കാഗ്ധ്വജായ വിദ്മഹേ ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ദഃ പ്രചോദയാത്. മന്ത്രത്തിന്റെ സാരം ഇങ്ങനെയാണ്. കാക്കയെ കൊടിയടയാളമാക്കിയിട്ടുള്ളവനെ, കയ്യിൽ കമണ്ടലുവേന്തി നിൽക്കുന്നവനെ ശനീശ്വര നിന്നെ ധ്യാനിക്കുന്നു. പതുക്കെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ നന്മയേകി രക്ഷിച്ച് അനുഗ്രഹിച്ചാലും